ശ്രീ ജേക്കബ് ജോർജ്, താങ്കളിൽ നിന്നാണ് തുടങ്ങുന്നത്. ജോൺ മുണ്ടക്കയമാണ് വിഷയം എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം. മുണ്ടക്കയം എന്തിനായിരുന്നു ഇങ്ങനെയൊരു കഥ ഇറക്കിയത് എന്നതാണ് അറിയേണ്ടത്. മുണ്ടക്കയം പറഞ്ഞത് തന്നെ തെറ്റാണെന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ സമയമാകുമ്പോൾ തെളിയുകയാണ്. ജോൺ ബ്രിട്ടാസിൻ്റെ വാർത്താ സമ്മേളനം നമ്മുടെ മുമ്പിലുണ്ട്, ചെറിയാൻ ഫിലിപ്പിൻ്റെ വാർത്താ സമ്മേളനമുണ്ട്, തിരുവഞ്ചൂർ മാധ്യമങ്ങളോട് പറഞ്ഞതുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ജോൺ മുണ്ടക്കയം ആണിപ്പോൾ പുകയിൽ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് ആരുടെയെങ്കിലും രാഷ്ട്രീയമായി തന്നെ കാണണോ? ഇതിനകത്ത് വലിയ രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നില്ല. കാരണം ജോൺ മുണ്ടക്കയത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. അടുത്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം മാതൃഭൂമിയിലും ഞാൻ മാതൃഭൂമിയിലും അദ്ദേഹം മനോരമയിലും കയറിയത് ഏറെക്കുറെ ഒരേ സമയത്താണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് ലേഖകന്മാരായിരുന്നു, ഒരുമിച്ചൊക്കെ ആയിരുന്നു പത്രപ്രവർത്തനം. ഞാൻ എൻ്റെ വക സ്റ്റോറികളും അദ്ദേഹത്തിൻ്റെ വക സ്റ്റോറികളും ഒക്കെ ചെയ്യുമ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരു പ്രൊഫഷണൽ ശത്രുതയും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും വ്യക്തിപരമായിട്ട് ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്, അന്നും ഇന്നും യാതൊരു സംശയവുമില്ല. അദ്ദേഹം സത്യസന്ധനായ ഒരു വ്യക്തിയാണ്, മാധ്യമപ്രവർത്തകനാണ് എന്ന് പറയാനും എനിക്ക് മടിയില്ല. എനിക്ക് അഭിമാനമുണ്ട്, കാരണം എൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക്. അപ്പോൾ ഈ വീഴ്ച എവിടെയാണ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് കേട്ടു. അതോടൊപ്പം തന്നെ ചെറിയാൻ ഫിലിപ്പ് അതിന് സാക്ഷ്യം വഹിക്കുന്നത് കേട്ടു. ഇതും വിശ്വസനീയമായ കാര്യങ്ങൾ തന്നെയാണ്. അത് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വാഭാവികമാണ്. അന്നത്തെ തിരുവനന്തപുരത്തുണ്ടായിരുന്നവരാണല്ലോ നമ്മളൊക്കെയും. അന്നത്തെ ഒരു നീറുന്ന പശ്ചാത്തലത്തിൽ ആകെ തിളച്ച് മറിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം. DYFIയുടെ 19,000-ഓളം അതിലേറെ അധികം പ്രവർത്തകർ ഇവിടെ എത്തി ഒരു രാപ്പകൽ സമരം നടത്തുകയാണ്. അത് ഏത് ആഭ്യന്തരമന്ത്രിക്കും അത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം. കാരണം രാത്രികൾ തുടങ്ങേണ്ട ഒരു ബോംബ് പോലെയാണ് തിരുവനന്തപുരത്ത് അന്നത്തെ കാലഘട്ടത്തിൽ. അന്നത്തെ കാലം ഏത് സമരത്തിനും അതിൻ്റേതായ പ്രശ്നമുണ്ട്. ഒരു ഭരണാധികാരി ആഗ്രഹിക്കുക രാജ്യത്ത് നാട്ടിൽ സമാധാനം ഉണ്ടാവണം എന്ന് തന്നെയാണ്, സമാധാനത്തോടുകൂടി ഇരിക്കണം തന്നെയാണ്. അദ്ദേഹം ആശിച്ചിട്ടുണ്ടാവുള്ളൂ. എനിക്ക് തിരുവഞ്ചൂരിനെ വിളിക്കാൻ പറ്റിയില്ല. ജോൺ മുണ്ടക്കയം സ്ഥലത്തില്ല, അദ്ദേഹം സിംഗപ്പൂരിലാണ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തെയും വിളിക്കാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഇത് ജോൺ മുണ്ടക്കയം എഴുതിയ കാര്യങ്ങൾ ബ്രിട്ടാസിന് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം അതല്ല ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിന് സംഭവിച്ചതല്ല എന്നുള്ള കാര്യം നേർവഴിക്ക് പറഞ്ഞു. അതിൽ കൂടുതൽ ഇതായിട്ടൊരു വിവാദം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് നല്ലവണ്ണം അറിയാവുന്നൊരു കാര്യമാണ്, താങ്കൾ മാതൃഭൂമിയിലും ജോൺ മുണ്ടക്കയം മനോരമയിലും ആയിരുന്നപ്പോൾ ഈ രണ്ട് മാധ്യമങ്ങളും എങ്ങനെയാണ് അതാത് കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്തിരുന്നത് എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മലയാള മനോരമയെക്കുറിച്ചാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു വരുന്നത്. അന്ന് ജോൺ മുണ്ടക്കയം തിരുവനന്തപുരം ബ്യൂറോയുടെ ചീഫായി കാര്യങ്ങളെ മുന്നോട്ട് കണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു വാർത്ത, അതായത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ, അവരുടെ സമരത്തെ പൊളിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള വാർത്തയായിട്ടാണല്ലോ ഇപ്പോൾ ജോൺ മുണ്ടക്കയത്തിൻ്റെ അവതരണത്തിൽ നിന്ന് നമ്മളത് എടുക്കുകയാണെങ്കിൽ, സത്യസന്ധമായിട്ട് കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ അത് മുണ്ടക്കയത്തെ പോലെ ഒരാൾ മനോരമയിലൂടെ തന്നെ അത് പ്രസിദ്ധീകരിക്കില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സ്വാഭാവികമാണ്. അന്ന് ജോൺ മുണ്ടക്കയത്തിന് ആ സ്റ്റോറി അത് കിട്ടിയിരുന്നെങ്കിൽ, ഇതാണെങ്കിൽ വെള്ളിത്തളികയിൽ വെച്ച് അദ്ദേഹത്തിന് കിട്ടിയതുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് ഉപയോഗിക്കുമായിരുന്നു. മനോരമ പത്രത്തിൻ്റെ 1-ാം പേജിൽ തന്നെ വരുമായിരുന്നു, സംശയമൊന്നുമില്ല. അത് പക്ഷേ അതെന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് ഇന്ന് ബ്രിട്ടാസ് അത് വളരെ ശക്തമായിട്ട് ആ ചോദ്യം ചോദിച്ചു. ഇപ്പോഴും ആ ചോദ്യം പ്രസക്തമാണ്. മനോരമയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ജോൺ മുണ്ടക്കയം വന്നത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളൊരു വിഷയം. ശരിക്കും ഒരു കാര്യം ചെയ്യാം, ജോൺ മുണ്ടക്കയം സിംഗപ്പൂരിൽ നിന്ന് വരട്ടെ, ഞാൻ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല, നമുക്ക് കൂടുതൽ സംസാരിക്കാം. യെസ്, അങ്ങേക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ സുഹൃത്തുക്കളുമാണ്. പക്ഷേ അദ്ദേഹമൊക്കെ എന്നെപ്പോലെ ഒരാൾക്കൊക്കെ ഒരു ഗുരുസ്ഥാനത്താണ്. 25 കൊല്ലം മുമ്പാണ് അദ്ദേഹത്തെയൊക്കെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ട്രെയിൻ യാത്രയിൽ കണ്ടപ്പോൾ അദ്ദേഹം ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ആ സമയത്ത് മാധ്യമങ്ങളിൽ കാണാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ അദ്ദേഹം അത് കാണാൻ നേരത്തെ തയ്യാറെടുത്ത് മുന്നോട്ട് പോയിരുന്നോ? അങ്ങനെ ഒരു മാധ്യമ ചർച്ച അദ്ദേഹം ആഗ്രഹിച്ചിരുന്നോ? അതിൻ്റെ ഒരു പബ്ലിസിറ്റി ഇതിൻ്റെ ഭാഗമാണോ എന്നുകൂടി വായിച്ചെടുക്കാമോ? അല്ല, പുസ്തകം എഴുതുമ്പോൾ
അത് ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ ഞാനും ഇപ്പം മാധ്യമപ്രവർത്തനമല്ല, വല്ലപ്പോഴും ചാനലുകാരൊക്കെ വിളിക്കുമ്പോൾ വന്നിരുന്ന വർത്തമാനം പറയത്തേ ഉള്ളൂ. ഞാനും എഴുത്തിലാണ്, സംശയമില്ല, ഞാൻ എഴുതുന്നുണ്ട്. ഇപ്പോഴും ഞാൻ മാതൃഭൂമി ഓൺലൈനിലൊരു ലേഖനം എഴുതിയിട്ടിരിക്കുന്നതേ ഉള്ളൂ, അതിങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമാണ് അങ്ങനത്തെ ആൾക്കാരൊക്കെ എഴുതും, കാരണം വേറെ പണിയൊന്നുമില്ല. നമ്മൾ പണ്ട് ഇടപെട്ട ഒത്തിരിയും കാര്യങ്ങളുണ്ട്. ജോൺ മുണ്ടക്കയത്തിന് മുഖ്യമന്ത്രി മലയാള മനോരമയുടെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്ഥാനം തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് ജോൺ മുണ്ടക്കയം വളരെ ആസ്വദിച്ചാണ് ചെയ്തത്. ഒരു തരത്തിലും അത് അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടില്ല. സ്ഥാനമാനങ്ങളോ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളോ ഒന്നും അദ്ദേഹം സ്വന്തം കാര്യത്തിനുവേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ തന്നെയാണ് അദ്ദേഹം. ഈ സംഭവം എങ്ങനെയാണ് സംഭവിച്ചത്? പക്ഷേ ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ട് അദ്ദേഹം അത് കൊടുത്തില്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണോ അദ്ദേഹം കൈകാര്യം ചെയ്തത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിനെ ബാധിക്കുന്നതല്ലേ? അല്ലേ, അത് ബാധിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹം അത് കൊടുക്കുമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. അപ്പോൾ അതിൽ നിന്ന് അനുമാനിക്കാൻ പറ്റുന്നത് ഇങ്ങനൊരു വാർത്ത നമുക്കിപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനങ്ങളെല്ലാം ജോൺ ബ്രിട്ടാസും ചെറിയാൻ ഫിലിപ്പും ഒക്കെ പറഞ്ഞതിൽ നിന്ന്, തിരുവഞ്ചൂർ ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജോൺ മുണ്ടക്കയം പറഞ്ഞത് ശരിയല്ല എന്ന് തന്നെയല്ലേ നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ? അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ് വെളിവാകുന്നത്. ജോൺ മുണ്ടക്കയം അദ്ദേഹത്തിൻ്റെ വിശദീകരണവുമായി രംഗത്ത് വന്നെങ്കിൽ മാത്രമേ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലാൽ.